intelligence നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. ഇത് കോട്ട ഫാബ്രിക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്. അതിൻ്റെ അകത്ത് ചിക്കൻ വർക്കിന്റെ ഡിസൈൻ ഉണ്ട്. പിന്നെ അതിൽ പ്രിന്റ് അടിപൊളി ആട്ടോ, നല്ല രസമുള്ള ഒരു പ്രിന്റ്. അപ്പോൾ ഇതാണ് ഡിസൈൻ വരുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചിക്കൻ വർക്കിന്റെ പാറ്റേണിൽ ഒരു, അതായത് ഭയങ്കര തിക്ക് ആയിട്ടുള്ള വർക്കല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ വർക്ക് പാറ്റേൺ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെ, പക്ഷെ അതിൻ്റെ അകത്ത് ആ ഒരു നമ്മുടെ ത്രെഡിന്റെ വർക്കില്ല. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഉണ്ട്. ഫസ്റ്റ് കളറും നല്ലതാട്ടോ, നല്ല രസമുള്ള ഒരു ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡ്. ദുപ്പട്ട സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്, അതിലും ആ സെയിം തന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. പിന്നെ ബോട്ടം വരുന്നത് സെയിം നമ്മുടെ സാറ്റൻ സിൽക്കിന്റെ തന്നെ കൂടിയ ഫാബ്രിക്, അതും നല്ല അങ്ങനെ ഭയങ്കര തിളക്കമൊന്നുമല്ല, സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. മൊത്തത്തിൽ കാണാൻ ഇങ്ങനെ വരും, നല്ല രസമുള്ള ഐറ്റം ആട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ബട്ടൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ കാണുന്ന രീതിയില്ല, ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ നമ്പർ W524, റേറ്റ് 1180 രൂപ മാത്രമേ ഉള്ളൂ. 1180. രണ്ടാമത്തെ കളർ വരുന്നത് ഇതൊരു ഗ്രീൻ കൂടിയിട്ടുള്ള ഷെയ്ഡാട്ടോ. ഭയങ്കര ഗ്രീൻ അല്ല, അതിൻ്റെ അകത്തും കോമ്പിനേഷൻ കൊടുത്തേക്ക് നമ്മുടെ ഒനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആട്ടോ. അതിങ്ങനെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമാണ്. സെയിം തന്നെ രീതിയിലാണ് ദുപ്പട്ടയും പോയിരിക്കുന്നത്. ദുപ്പട്ട സിൽക്ക് മിക്സ് ആയിട്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഹെവി ഒന്നുമല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇത് ടോപ്പിന്റെ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ കോട്ട, ചെക്ക് കോട്ടയുടെ ഒക്കെ ഒരു ഫാബ്രിക് ഇല്ലേ, അതാണ്. ഇതാണ് ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും സെയിം കളർ തന്നെ, ഇതാ ഈ ഒരു ഫാബ്രിക് ആട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക്കുകളാണ്. ഇതിന്റെ നമ്പർ W525, റേറ്റ് 1180. അടുത്ത കളർ നല്ല ലാവണ്ടറിന്റെ ടോൺ ആണ്. എല്ലാം നല്ലതെന്ന് എനിക്ക് പറയേണ്ടി വരും, കാരണം എല്ലാ ഷെയ്ഡ്സിനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസൈനിന്റെ ഒക്കെ ആയിരിക്കും, സത്യത്തിൽ ഓരോ കളറിനെയും ഭംഗി കൂട്ടുന്നതും അതിൽ കൊടുത്തേക്കുന്ന പ്രിന്റിന്റെയും വർക്കിന്റെ ഒക്കെ ഒരു കോമ്പിനേഷന്റെ ബേസിലാണ് മൊത്തത്തിൽ കാണാനുള്ളൊരു ഭംഗി കൂടുതൽ വരുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രിന്റും ഡിസൈനും കളറും ഒക്കെയാണ്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട്, നമുക്ക് ആ ഒരു വെയിറ്റ് ഒന്നും അങ്ങനെ വലിയ താല്പര്യമില്ല, നല്ല കൂളായിട്ട് ഇട്ട് നടക്കണം, എന്നെ കാണാൻ നല്ല ഭംഗി വേണമെന്ന് അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സെറ്റ് ആട്ടോ. ഇത് അത്യാവശ്യം ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാൻ നല്ലതാണ്, കാരണം കളർ വെച്ചിട്ടാണെങ്കിലും വർക്കും എല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഫുൾ പ്രിന്റ് തന്നെയാണ് കേട്ടോ. ബോട്ടം സെയിം കളറാണ്. ഇതിന്റെ നമ്പർ വരുന്നത് W523, റേറ്റ് 1180. ലാസ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. ഇതും ഭയങ്കര ലൈറ്റ് അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കും. ഇതിൻ്റെ അകത്ത് കോമ്പിനേഷനിലും ഗ്രീൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് ടോണിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നെക്ക് കറക്റ്റായിട്ട് വെട്ടുമ്പം നമുക്ക് ഈ ഒരു ബട്ടണൊക്കെ കറക്റ്റ് ഇവിടെ തന്നെ വരും കേട്ടോ. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ്. ബോട്ടം സെയിം കളർ, ദുപ്പട്ട കണ്ടല്ലോ ഇതാട്ടോ. ഇതിനകത്തൂടെ എൻ്റെ കുർത്തിയുടെ കളറല്ല കേട്ടോ, അത് ഇത് നോക്കിയാൽ മതി. ഇതുപോലെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ W522, റേറ്റ് വരുന്ന 1180.